ബാർക്കിമോർ ഇസ്രായേൽ ശിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോവാബ്യ സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. അവർ ജനത്തെ തങ്ങളുടെ ദേവന്മാരുടെ ബലികൾക്ക് വിളിക്കുകയും ജനം ഭക്ഷിച്ച അവരുടെ ദേവന്മാരെ നമസ്കരിക്കുകയും ചെയ്തു. ഇസ്രായേൽ ബാൽ പെയോരിനോട് ചേർന്ന് യഹോവയുടെ കോപം ഇസ്രായേലിൻ്റെ നേരെ ജ്വലിച്ചു. യഹോവ മോശയോട്, ജനത്തിൻ്റെ തലവന്മാരെയൊക്കെയും കൂട്ടി യഹോവയുടെ ഉഗ്രകോപം ഇസ്രായേലിനെ വിട്ടുമാറേണ്ടതിന് അവരെ യഹോവയുടെ മുമ്പാകെ പരസ്യമായി തൂക്കി കളക എന്ന് കൽപ്പിച്ചു. മോശ ഇസ്രായേൽ ന്യായാധിപന്മാരോട്, നിങ്ങൾ ഓരോരുത്തൻ താൻ്റെ ആളുകളിൽ ബാൽപെയോരിനോട് ചേർന്നവരെ കൊല്ലുവീനെന്ന് പറഞ്ഞു. എന്നാൽ മോശയും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും കാണുകയും ഒരു ഇസ്രായേല്യർ തൻ്റെ സഹോദരന്മാരുടെ മധ്യത്തിലേക്ക് ഒരു മിദ്യാന്യ സ്ത്രീയെ കൊണ്ടുവന്നു. അഹ്റോൻ പുരോഹിതൻ്റെ മകനായ എലെയാസാരിൻ്റെ മകൻ ഫിനെഹാസ് അത് കണ്ടപ്പോൾ സഭയുടെ മധ്യയിൽ നിന്ന് എഴുന്നേറ്റ് കയ്യിലൊരു കുന്തമെടുത്ത് ആ ഇസ്രായേലിൻ്റെ പിന്നാലെ അന്തപുരത്തിലേക്ക് ചെന്ന് ഇരുവരെയും, ആ ഇസ്രായേലിനെയും ആ സ്ത്രീയെയും തന്നെ അവളുടെ ഉദരം തുളയും വണ്ണം കുത്തി. അപ്പോൾ ബാധ ഇസ്രായേൽ മക്കളെ വിട്ടുമാറി ബാധ കൊണ്ട് മരിച്ചുപോയവർ 24,000 പേർ. പിന്നെ യഹോവ മോശയോട് അരുളി ചെയ്തത്, ഞാൻ എൻ്റെ തീക്ഷ്ണതയിൽ ഇസ്രായേൽ മക്കളെ സംഹരിക്കാതിരിക്കേണ്ടതിന് അഹ്റോൻ പുരോഹിതൻ്റെ മകനായ എലെയാസാരിൻ്റെ മകൻ ഫിനെഹാസ് അവരുടെ ഇടയിൽ എനിക്ക് വേണ്ടി തീക്ഷ്ണതയുള്ളവനായി എൻ്റെ ക്രോധം ഇസ്രായേൽ മക്കളെ വിട്ടുപോകുമാറാക്കിയിരിക്കുന്നു. ആകയാൽ ഇതാ ഞാൻ അവന് എൻ്റെ സമാധാന നിയമം കൊടുക്കുന്നു. അവൻ തൻ്റെ ദൈവത്തിന് വേണ്ടി തീക്ഷ്ണതയുള്ളവനായി ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിച്ചതുകൊണ്ട് അത് അവൻ്റെ സന്തതിക്ക് നിത്യപൗരോഹിത്യത്തിൻ്റെ നിയമമാകുന്നു എന്ന് നീ പറയണം. മിദ്യാന്യ സ്ത്രീയോട് കൂടെ കൊന്ന ഇസ്രായേലിന് സിമ്രി എന്നു പേർ. അവൻ ഗിമെയാൻ ഗോത്രത്തിൽ ഒരു പ്രഭുവായ സാലുവിൻ്റെ മകനായിരുന്നു. കൊല്ലപ്പെട്ട മിദ്യാന്യ സ്ത്രീക്ക് കൊസ്ബി എന്നു പേർ. അവർ ഒരു മിദ്യാന ഗോത്രത്തിൻ്റെ ജനാധിപനായിരുന്നു. സൂര്യൻ്റെ മകളായിരുന്നു. പെയോരിൻ്റെ സംഗതിയിലും പെയോർ നിമിത്തമുണ്ടായ ബാധയുടെ നാളിൽ കൊല്ലപ്പെട്ട അവരുടെ സഹോദരിയായ മിദ്യാന പ്രഭുവിൻ്റെ മകൾ കൊസ്ബിയുടെ സംഗതിയിലും മിദ്യാന്യർ നിങ്ങളെ ചതിച്ച് ഉപായങ്ങളാൽ വലച്ചിരിക്കൊണ്ട് നിങ്ങൾ അവരെ വലച്ച് സംഹരിപ്പീൻ എന്ന് യഹോവ മോശയോട് അരുളി ചെയ്തു. ബാറക്കിമോർ.